സ്റ്റീഫൻ യെസ് അവിടെ ഇരിക്കും. അദ്ദേഹത്തിന് റിപ്ലൈ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫറൻസ് പോകണ്ട. യെസ് 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 ചോദ്യം നമ്പർ 91. യെസ് ഇനി ചോദ്യം അങ്ങനെയെങ്കിൽ പ്ലീസ് ഓർഡർ. യെസ് 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 ചോദ്യം നമ്പർ 92 പ്ലീസ് ഓർഡർ. അല്ല അത് ഇതാണ് ക്ഷേമനിധി പാർലമെന്ററി മിനിസ്റ്റർ. യെസ് ചോദ്യം നമ്പർ 92 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, പാർലമെന്ററി മിനിസ്റ്റർ. യെസ് സർ. ഒരു മിനിറ്റ്. യെസ് ടേക്ക് യുവർ ഓൺ ടൈം. സംസ്ഥാനത്ത് 1948 മിനിമം വേതന നിയമപ്രകാരമുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവിധ ക്ഷേമനിധി പെൻഷനുകളും ബോർഡുകളുമാണ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി ആകെ 33 ക്ഷേമനിധികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിൽ പൂർണ്ണമായും തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോർഡുകളും സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ബോർഡുകളുമുണ്ട്. തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ബോർഡുകളായ കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, സ്കാറ്റേഡ് ഒഴികെ നാളിതുവരെയുള്ള പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട്. സർക്കാർ ഗ്രാന്റ് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ബോർഡുകളുടെയും മറ്റു വിവിധ വകുപ്പുകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന 17 ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക സംബന്ധിച്ച വിവരം അനുബന്ധം 1 ചേർത്തിട്ടുണ്ട്. ബി. അംഗങ്ങളിൽ നിന്ന് അംശദായവും സർക്കാർ സഹായവും സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാത്തതിന്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകി വരുന്ന കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നീ ബോർഡുകളിൽ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട്. തൊഴിലുടമ നൽകി വരുന്ന അംശദായത്തിൽ നിന്നും സ്ഥിര നിക്ഷേപങ്ങളിൽ മേൽ ലഭിക്കുന്ന പലിശയിൽ നിന്നുമാണ് ക്ഷേമനിധി ബോർഡുകൾ വരുമാനം കണ്ടെത്തുന്നതും ഗുണഭോക്താക്കളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്നതും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന അസംഘടിത പരമ്പരാഗത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വന്ന ഇടിവും പെൻഷൻകാരുടെ വർധനവും പരമ്പരാഗത തൊഴിൽ മേഖലകളായ കൈത്തറി, കള്ള്, ചെത്ത്, ഈറ്റ, കശുവണ്ടി, ബീഡി പോലുള്ള വ്യവസായങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ബോർഡുകളുടെ വരുമാന മാർഗം കുറയുന്നതിന് കാരണമായി. താൽക്കാലിക പ്രതിസന്ധി മറികടക്കുന്നതിനായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബോർഡുകളായ കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റേഡ്, കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിലെ പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് കമ്പനി മുഖേന സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നു. ഈ ബോർഡുകളിൽ 2025 ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലെ വരിക്കാരായ തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. ബോർഡിന്റെ വെബ്സൈറ്റ് മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ അപാകത ഇല്ലാത്തവർക്ക് എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. പൂർണ്ണമായും തനത് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാനം തൊഴിലാളികളുടെ അംശദായത്തിലൂടെയും ബിൽഡിംഗ് സെസ് പിരിവിലൂടെയുമാണ് ലഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2024 ഫെബ്രുവരി 14 സർക്കാർ ഉത്തരവ് പ്രകാരം ബിൽഡിംഗ് സെസ് പിരിവിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം പെൻഷൻ വിതരണത്തിന് മാത്രം ഏകദേശം 62 കോടി രൂപയും മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഏകദേശം 10 കോടി രൂപയും അടക്കം 72 കോടി രൂപ ബോർഡിന് പ്രതിമാസം വേണ്ടി വരുന്നതാണ്. അതിനാൽ സെസ് പിരിവിലൂടെ ബോർഡിന്റെ വരുമാനത്തിൽ കാലക്രമേണ വർധനവുണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും അംഗങ്ങളുടെ വിവരശേഖരണത്തിനും ഇരട്ടംഗത്വം ഒഴിവാക്കുന്നതിനും രൂപീകരിച്ചിട്ടുള്ള
അഡ്വാൻസ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയർ മുഖേന ആധാരധിഷ്ഠിത രജിസ്ട്രേഷൻ നടപ്പാക്കി വരുന്നതിനാൽ ഇരട്ട അംഗത്വം ഒഴിവാകാൻ സാധിക്കുന്നതും അതിലൂടെ അനർഹരെ ഒഴിവാക്കാൻ കഴിയുന്നതും ബോർഡുകളിലൂടെ നൽകി വരുന്ന ആനുകൂല്യ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം ബോർഡിലെ അംഗത്വ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി മേഖലാ ഓഫീസ് അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഡ്രൈവുകളും നടത്തിവരുന്നു. മറ്റ് വിവിധ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 17 ക്ഷേമനിധി ബോർഡുകളെ സംബന്ധിച്ച വിവരം അനുബന്ധം 2-ൽ ചേർത്തിട്ടുണ്ട്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ താങ്ക് യു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ അതിവർഷാനുകൂല്യം റിട്ടയർമെന്റ് ബെനിഫിറ്റും 2019 മുതൽ മുടങ്ങിയിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 16 മാസമായി കുടിശ്ശികയാണ്. ഇതുപോലെ മിക്കവാറും എല്ലാ ബോർഡുകളിലെയും പെൻഷൻ കുടിശ്ശികയായി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മറ്റു ബോർഡിൽ നിന്നുമായി 100-150 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ഈ വായ്പ എടുത്ത സമയത്ത് താൽക്കാലികമായുള്ള നിയമനത്തിന് വേണ്ടി ഏകദേശം 100ഓളം ആളുകളെ പുതുതായി അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു മിനിറ്റ്സിന്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട് സർ. കഴിഞ്ഞ 30/12/2027 നടത്തിയ അവിടുത്തെ മീറ്റിംഗിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയിൽ വ്യക്തമായി പറയുന്നു ഈ ആളുകളെ താൽക്കാലികമായി നിയമിച്ച് സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നു. അങ്ങനെ പോകുമ്പോൾ ഈ ബോർഡുകളുടെ പ്രതിസന്ധി വീണ്ടും കൂടി പെൻഷൻ മുടങ്ങുകയല്ലേ ചെയ്യുക? അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിൽ ഞാനിവിടെ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ഒക്യുപ്പൻസി കിട്ടണമെങ്കിൽ തന്നെ സെസ് നൽകണം എന്നതുകൊണ്ട് ഇനി ഫണ്ട് ഫ്ലോ കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ഈ സെസ്സിന്റെ പിരിവിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇനി അത്തരമൊരു പ്രശ്നം ഉയർന്നു വരികയില്ല. നിലവിലുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് സെസ്സിന്റെ പിരിവ് കാര്യക്ഷമമായിട്ട് തന്നെ നടക്കും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ഷേമനിധി ബോർഡുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേടുകയാണ്. ഭരണ ചെലവുകൾ കുറയ്ക്കുന്നതിനായി സമാന സ്വഭാവമുള്ള ബോർഡുകളെ സംയോജിപ്പിക്കാൻ 2020 ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ബഹുമാനനായ ശിവൻകുട്ടി സാറ് കഴിഞ്ഞ നിയമസഭയിൽ നെന്മാറ ബാബുവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നു. ഇത്തരം സംയോജിപ്പിക്കുന്ന നടപടികളായിട്ടുണ്ടോ? അതുമായി ഈ ചെലവുകൾ കുറയ്ക്കുന്നതിന് ആവശ്യമായി അംഗത്വം എടുത്തിട്ട ആളുകളെ അനാവശ്യമായി അനർഹരായ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ ഒഴിവാക്കുന്നതിന് വരെ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇക്കാര്യം ബഹുമാനപ്പെട്ട അംഗത്തെ നേരിട്ട് അറിയിക്കാവുന്നതാണ്. ശ്രീ യു എ ലത്തീഫ്. 1978 പാസാക്കിയ ചുമട്ട് തൊഴിലാളി നിയമത്തിന് ഇതുവരെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല. വർത്തമാനകാല സാഹചര്യത്തിനനുസൃതമായി ചുമട്ട് തൊഴിലാളി നിയമത്തിന് ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാവുമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. അക്കാര്യം പരിശോധിച്ച ശേഷം മാത്രമേ അറിയിക്കാൻ പറ്റൂ. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ പറ്റിയവർ എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം മസ്റ്ററിംഗ് കൂടി നടത്തണമെന്നാണ് നിർദ്ദേശം. കൂടാതെ എല്ലാ ക്ഷേമ ബോർഡിലെയും അംഗങ്ങൾ അവരുടെ മുഴുവൻ വിവരങ്ങളും പുതിയ സോഫ്റ്റ്വെയറിൽ ചേർക്കാനും വീണ്ടും നൽകണം. ചുരുക്കത്തിൽ തൊഴിലാളികളും പെൻഷൻകാരും അക്ഷയ കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുകയാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നവരെ മസ്റ്ററിൽ നിന്ന് ഒഴിവാക്കാനും രജിസ്ട്രേഷൻ സമയത്ത് കൃത്യമായ വിവരങ്ങൾ നൽകിയ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാനും നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, സാധാരണഗതിയിൽ ഇത് അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നു ഉറപ്പാക്കാനുള്ള നടപടിക്രമമാണ് മസ്റ്ററിംഗ്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യം പ്രത്യേകമായിട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയിക്കാം. ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, ഈ ക്ഷേമനിധി പെൻഷനുകൾ ഉള്ളവർക്ക് മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ വിവേചനമാണ്. കാരണം ഇത് പണം അടച്ചിട്ടാണ് അവർക്ക് ഒരു പ്രായപരിധിക്ക് ശേഷം തിരിച്ചു കിട്ടുന്നത്. ഇത് പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഒരിക്കൽ കൂടി സർ അത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. ഇപ്പോ സാർ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2022 14,762 പേരും 23 26,000 ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അത് 24 എത്തിയപ്പോൾ 9,077 പേരാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവരുടെ എണ്ണം കുറയുകയും കുടിശ്ശിക കൂടുകയുമാണ്. ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 450 കോടി രൂപ കൊടുത്തു തീർക്കാണ്ട് സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ച് കേവലം 30 കോടി മാത്രമാണ്. ഇങ്ങനെ എല്ലാത്തിനെയും കണക്കുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായ ഡ്രൈവ്
സർക്കാർ നടത്തുമോ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇത്തരക്കാർക്ക് തടസ്സമില്ലാതെ വാങ്ങാവുന്ന ഒരു ഭേദഗതിയെ കുറിച്ച് സർക്കാർ യെസ് പ്ലീസ് മിനിസ്റ്റർ. സർ, സാധാരണഗതിയിൽ ഒരേ സമയം ഒരു പെൻഷൻ എന്നുള്ളതാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വം, പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വം അതാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധിയില് രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുണ്ടാകുന്ന കുറവ് ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും ഉണ്ടാകാനിടയുണ്ട്. ശ്രീ MS അരുൺകുമാർ. സർ, കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലെ കുടിശ്ശിക പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? ഒപ്പം ക്ഷേമനിധി ബോർഡുകളുടെ ദ്വയാംഗത്വം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർ. യെസ് മിനിസ്റ്റർ. സർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. തൊഴിൽ വകുപ്പിലെ വർദ്ധിച്ച ജോലി ഭാരം മൂലമാണ് വലിയ തോതിൽ ഈ പിരിവ് അത് ബാധിക്കുകയും കുടിശ്ശിക വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് 2024 ഫെബ്രുവരി 14 തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഈ തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. അത് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്യുപ്പൻസി കിട്ടണമെങ്കിൽ ഈ ക്ഷേമനിധി സെസ് അടയ്ക്കണം എന്നതാണ് വ്യവസ്ഥ. കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് എന്നത് കേന്ദ്ര നിയമമാണ്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. സോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏകീകൃത സോഫ്റ്റ്വെയർ ആയിട്ടുള്ള K-സ്മാർട്ടിൽ സെസ് പിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനായി തന്നെ ഇപ്പോൾ ഈ സെസ് പിരിച്ചെടുക്കാം എന്ന നിലയാണുള്ളത്. 2024 ആഗസ്റ്റ് 11 മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരംഭിച്ചതിന് ശേഷം മുൻപ് പ്രതിമാസം ഏകദേശം 30 കോടി രൂപയായിരുന്നു സെസ് കളക്ഷൻ എങ്കിൽ ഇപ്പോൾ അത് 50 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇരട്ടിയായിട്ട് വലിയ വർധനവ് ഈ K-സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന സെസ് പിരിക്കാൻ തുടങ്ങിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഇനിയും വർധനവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഫണ്ട് ഫ്ലോ ഇനി നമുക്ക് ഉറപ്പാക്കാനാവും എന്നുള്ളത്. യെസ് ശ്രീ CR മഹേഷ്. സർ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് 2 വിഭാഗങ്ങളാണ്. ഒന്ന് ബംഗാളികളായ ആണുങ്ങളും 2 മലയാളികളായ പെണ്ണുങ്ങളും. സാർ, സ്റ്റേഷനറി, ടെക്സ്റ്റൈൽസുകൾ, ബേക്കറി, പെട്രോൾ പമ്പുകൾ തുടങ്ങിയവരൊക്കെ ലക്ഷക്കണക്കിന് സഹോദരിമാരാണ് ജോലി ചെയ്യുന്നത്. ഇവർ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ജോലി. ഇവരുടെ ജോലി ഭാരം ലഘൂകരിക്കുന്നതിനും ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. സർ, ഇക്കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അക്കാര്യം പരിശോധിച്ച ശേഷം അങ്ങേ അറിയിക്കും. ലിൻഡോ ജോസഫ്. വയനാട് ചൂരൽമല ദുരന്തത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി വിതരണം ചെയ്തിട്ടുള്ള ആകെ തുകയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം. സർ, പരിശോധിച്ച് അത് പ്രത്യേകമായിട്ട് ഇപ്പോ ആ കണക്കുകൾ ലഭ്യമല്ല. പരിശോധിച്ച് അദ്ദേഹത്തെ അറിയിക്കാം. ശ്രീ K വിജയൻ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരാൻ പുതിയ സാഹചര്യത്തിലുള്ളത് നിർമ്മാണ കമ്പനികളുടേതാണ്. ഈ വൻകിട നിർമ്മാണ കമ്പനികളിൽ നിന്നും സംയോജിതമായി ക്ഷേമനിധി ബോർഡിലേക്ക് പിരിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്സിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമം തൊഴിൽ വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വൻകിട നിർമ്മാണ കമ്പനികൾ എല്ലാം കുടിശ്ശികയുടെ കാര്യത്തിൽ കുടിശ്ശികയാണ് എല്ലാവരും അടയ്ക്കാനുള്ളതാണ്. വൻകിട കമ്പനികളിൽ നിന്ന് കൂടുതൽ കുടിശ്ശിക ഉണ്ടാവും. അത് പിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു പാർലമെന്ററി മിനിസ്റ്റർ. 93 ശ്രീ ഡോക്ടർ മാത്യു കോയൽനാടൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. ആ സ്വപ്ന പദ്ധതിയുടെ വികസനം നേരത്തെ ദേശീയപാത അതോറിറ്റി പദ്ധതിക്കായി ഫണ്ട് അനുവദിക്കുകയും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനെ തുടർന്നും മറ്റ് പ്രശ്നങ്ങൾ കാരണവും 2014 സെപ്റ്റംബറിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ദേശീയപാത വികസനത്തിൽ നിന്നും ദേശീയപാത അതോറിറ്റി പിന്മാറുകയുണ്ടായി. തുടർന്ന് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരുമായി തുടർച്ചയായി ചർച്ച ചെയ്തതിനു ശേഷമാണ് 6 വരിയിൽ ദേശീയപാത 66 വികസനം വീണ്ടും യാഥാർത്ഥ്യമാക്കിയത്. ദേശീയപാത 66 വികസനം സാധ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കലിന്റെ 25% സംസ്ഥാനം വഹിക്കണം എന്ന് തീരുമാനിക്കുകയും
പ്രവൃത്തി ഇതിന്റെ ഭാഗമായി 5580 കോടി 73 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തു. സാർ വളരെ വിശദമായിട്ടാണ് സാർ ഞാൻ ടേബിൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഡോക്ടർ മാത്യു കോൾനാട്. സർ, ഈ ദേശീയപാതയെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങളാണ് പലപ്പോഴും സർക്കാരും മന്ത്രിയും ഒക്കെ ഉയർത്തിയതായി കാണുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലാതെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ഇൻപുട്സ് നൽകാനുള്ള ഒരു നിയമസഭാ സമ്മേളനത്തിന്റെ 4ാം ദിവസം പുരോഗമിക്കുകയാണ്. സഭയിൽ ചർച്ച